ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണ് തിരുവചനം പറയുന്നത്. സുവിശേഷ പ്രഘോഷണം ജീവിത നിയോഗമായി സ്വീകരിച്ചിരിക്കുന്ന ശംഷാബാദ് അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ പ്രിൻസ് പാണേങ്ങാടൻ പിതാവാണ് ഇന്ന് നമ്മോടുകൂടെയുള്ളത്. പിതാവെ, സ്വാഗതം. 2024 ഓഗസ്റ്റിൽ പാലായിൽ വെച്ച് നടന്ന സീറോ മലബാർ സഭയുടെ അസംബ്ലിയിൽ എടുത്ത നിർണായകമായ തീരുമാനങ്ങളിലൊന്നായിരുന്നു സഭയുടെ പ്രേക്ഷിത ആഭിമുഖ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അൽമായർക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതകൾ തുറന്നു കൊടുക്കുക എന്നുള്ളത്. 2025 ജനുവരി മാസത്തിലെ സീറോ മലബാർ മെത്രാന്മാരുടെ സിനഡ് ഈ ഒരു തീരുമാനത്തെ വളരെ ഗൗരവമായിട്ടെടുക്കുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു അൽമായ മുന്നേറ്റത്തിന് രൂപം കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്യുകയാണ്. അതിൻ്റെ ചുമതലക്കാരനായിട്ടാണ് അഭിവന്ദ്യ പ്രിൻസ് പാണേങ്ങാടനെ അഭിവന്ദ്യ പിതാക്കന്മാരുടെ സിനഡ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ പിതാവെ, നമ്മുടെ സഭയിൽ പുതുതായിട്ട് ആരംഭിക്കുന്ന അൽമായരുടെ ഈ പ്രേക്ഷിത മുന്നേറ്റത്തെക്കുറിച്ച് പിതാവിന് എന്താണ് പറയാനുള്ളത്? കുറേ വർഷങ്ങളായി സീറോ മലബാർ സഭയിൽ നിന്ന് അനേകം സുവിശേഷ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. പല സുവിശേഷ മുന്നേറ്റങ്ങളും നടത്തിയിട്ടുള്ളത് അൽമായർ തന്നെയാണ്. അങ്ങനെ കുറച്ച് വർഷങ്ങളായി സീറോ മലബാർ സഭയിൽ ഒരു പുതിയ പ്രേക്ഷിത ചൈതന്യം രൂപപ്പെട്ടു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് 2024 ഓഗസ്റ്റ് മാസത്തിൽ പാലയിൽ വെച്ച് നടന്ന നമ്മുടെ സഭയുടെ അസംബ്ലിയിൽ നടന്ന പല ചർച്ചകളിൽ നിന്നും അൽമായരുടെ വശത്തു നിന്ന് ഇങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വന്നത്. ഇത് വർഷങ്ങളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. പിന്നീട് നടന്ന സിനഡിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അൽമായർക്ക് വേണ്ടി ഇങ്ങനെ ഒരു അൽമായ സുവിശേഷ പ്രേക്ഷിത മുന്നേറ്റം ആരംഭിക്കണമെന്ന് ചിന്തിക്കുകയും ചെയ്തത്. പല അൽമായരും സുവിശേഷ പ്രഘോഷണ രംഗത്ത് ഉണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ ഇവർ സുവിശേഷ പ്രഘോഷണം നടത്തുന്ന സമയത്ത് മറ്റുള്ളവർ ചോദിക്കാൻ സാധ്യതയുണ്ട്, ആരാണ് നിങ്ങളെ അയച്ചത്, ആരാണ് നിങ്ങൾക്ക് അനുവാദം തന്നത്, നിങ്ങളെ ആരാണ് ഈ കാര്യത്തിന് വേണ്ടി നിയോഗിച്ചതെന്ന്. അങ്ങനെ വരുമ്പോൾ ഇവരുടെ ശുശ്രൂഷയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നെ പലപ്പോഴും ഇവർക്ക് ശുശ്രൂഷ ചെയ്യാൻ സ്ഥലങ്ങളില്ലാതെ ബുദ്ധിമുട്ടാറുണ്ട്. എന്നാൽ സഭയുടെ ഔദ്യോഗിക അംഗീകാരത്തോടെ പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി ഒരു അൽമായ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ അതിന് ഒരു അംഗീകാരമുണ്ട്. അവർക്ക് സഭയുടെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാൻ പറ്റും. അതുപോലെ സഭയ്ക്ക് ഈ ശുശ്രൂഷ മേഖലകൾ തുറന്നു കൊടുക്കാനും സാധിക്കും. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് അസംബ്ലിയുടെ നിർദ്ദേശത്തിൻ്റെ വെളിച്ചത്തിലും സിനഡിൻ്റെ അംഗീകാരത്തോടു കൂടിയും നമ്മുടെ സഭയിലെ തീഷ്ണമതികളായ സുവിശേഷ പ്രവർത്തകരെ വളർത്തിയെടുക്കുവാനും അവരെ നയിക്കുവാനുമായി ഈ അൽമായ പ്രേക്ഷിത മുന്നേറ്റത്തിന് നമ്മൾ രൂപം കൊടുക്കുന്നത്. അപ്പോൾ സീറോ മലബാർ സഭയിൽ ചിതറിക്കിടന്ന അൽമായ പ്രേക്ഷിത ദൗത്യങ്ങളെയൊക്കെയും സഭയുടെ ഔദ്യോഗികമായ ബാനറിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരികയും സഭയുടെ എല്ലാ സംവിധാനങ്ങളുടെയും സാധ്യതകൾ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയുമാണ് ഈ ഒരു പുതിയ മൂവ്മെൻറ്റിലൂടെ ലക്ഷ്യമിടുന്നത്. അതെ. എന്നാൽ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത്, ഇപ്പോൾ നിലവിലുള്ള അൽമായ പ്രേക്ഷിത മുന്നേറ്റങ്ങളെ ഒന്നും ഇല്ലാതാക്കിക്കൊണ്ടല്ല ഈ പുതിയ പ്രസ്ഥാനം മുന്നോട്ട് വരുന്നത്. ആ പ്രസ്ഥാനങ്ങൾക്കൊക്കെ അവരുടേതായ പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം ഓരോ പ്രത്യേക പ്രചോദനമനുസരിച്ച് അവർ തുടങ്ങിയതാണ്. എന്നാൽ അവർക്കൊക്കെയും സഭയുടെ ശുശ്രൂഷയുടെ ഭാഗമാകാൻ ഒരു അവസരം നമ്മൾ കൊടുക്കുന്നു. ഇനി ഈ ശുശ്രൂഷകളിൽ ഒന്നിലും പെടാത്ത അനേകം അൽമായർ എങ്ങനെയാണ് സുവിശേഷ പ്രവർത്തനത്തിന് സഹായിക്കേണ്ടതെന്ന് ചിന്തിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അവരെയും ഇതിലേക്ക് ഉൾക്കൊള്ളിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ശുശ്രൂഷകളുടെ ഭാഗമായിരിക്കുന്നവരെയും ഒരു ശുശ്രൂഷകളിലും ഭാഗമാകാതെ സുവിശേഷ പ്രവർത്തനത്തിന് താല്പര്യമുള്ളവരായിട്ടുള്ളവരെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ മുന്നേറ്റം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും പലവിധമായിട്ടുള്ള പ്രേക്ഷിത ആഭിമുഖ്യങ്ങളിൽ പ്രവർത്തന നിരതരായിരിക്കുന്നവർക്ക് സഭയുടെ ഒരു അക്കമ്പനിമെന്റ് ഉറപ്പുവരുത്തുകയാണ് ഈ ഒരു പുതിയ ശ്രമത്തിലൂടെ. പിതാവ്, ഇതിനൊരു പുതിയ പേര് സിനഡ് ഇതിൽ രൂപീകരിച്ചിട്ടുണ്ടല്ലോ. അതെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 4-5 വചനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവൻ ജ്യോതി എന്ന പേരാണ് ഈ പ്രേക്ഷിത മുന്നേറ്റത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ സുവിശേഷ ഭാഗത്ത് നാം വായിക്കുന്നത്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ അവരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം അന്ധകാരത്തിൽ പ്രകാശിച്ചു, അതിനെ കീഴടക്കാൻ ഇരുട്ടിന് സാധിച്ചില്ല. അപ്പോൾ ഈശോയിലുണ്ടായിരുന്ന ജീവൻ്റെ വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക,
ഈശോ തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന്. ആ കാഴ്ചപ്പാടിലൂടെയാണ് ജീവൻ ജ്യോതി എന്ന ഒരു പേര് ഈ പ്രേക്ഷിത മുന്നേറ്റത്തിന് നൽകപ്പെട്ടിരിക്കുന്നത്. പിതാവ്, 21-ാം നൂറ്റാണ്ടിനെ അൽമായ അവരുടെ പ്രവർത്തനത്തിൽ വളരെ പ്രാമുഖ്യമുള്ള ഒരു നൂറ്റാണ്ട്, അല്ലെങ്കിൽ അൽമായ പങ്കാളിത്തത്തിൻ്റെ നൂറ്റാണ്ടെന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലേക്ക് അൽമായ വിശ്വാസികളെയും കൂടി മുഖ്യധാരയിലേക്ക് ഉൾച്ചേർക്കുന്ന ഈ ഒരു നടപടി യഥാർത്ഥത്തിൽ ഒരു സമുദായ ശാക്തീകരണ വർഷം കൂടിയാണ്. അപ്പോൾ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയായ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അൽമായർ കടന്നു വരുന്നു. ഇതിനെങ്ങനെയാണ് പിതാവ് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? ഇത് വാസ്തവത്തിൽ ഒരു മനോഭാവത്തിൻ്റെ മാറ്റമാണ്, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടിൻ്റെ മാറ്റമാണ്. കുറേ നാളുകൾ മുമ്പ് വരെ എല്ലാവരും കരുതിയിരുന്നത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് വൈദികരുടെയും സന്യസ്തരുടെയും സമർപ്പിതരുടെയും ഒക്കെ മാത്രം ഉത്തരവാദിത്തമാണെന്ന്. എന്നാൽ സഭ പഠിപ്പിക്കുന്നത് മാമോദിസ സ്വീകരിച്ച എല്ലാവരും പ്രേക്ഷിതരാണ് എന്നാണ്. ഉദാഹരണത്തിന് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൻ്റെ 900-ാമത്തെ ഖണ്ഡിക വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു, സുവിശേഷ പ്രഘോഷണത്തിനുള്ള വിളി ലഭിക്കുന്നത് മാമോദിസ എന്നാണ്. അപ്പോൾ മാമോദിസ സ്വീകരിച്ച എല്ലാവരും പ്രേക്ഷിതരാണ് എന്ന ആ ഒരു പുതിയ അവബോധം വാസ്തവത്തിൽ ഇത് ഉണ്ടായിരുന്നു, എന്നാൽ അത് അധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. വൈദികർ, സന്യസ്തർ, സമർപ്പിതർ ഇവരാണ് പ്രേക്ഷിതർ, ഇവരാണ് മിഷണറിമാർ എന്നൊരു ധാരണ നമുക്കുണ്ടായിരുന്നു. എന്നാൽ സഭ നമ്മെ പഠിപ്പിക്കുന്ന ആ പുതിയ ഉൾക്കാഴ്ചയിലേക്ക്, അല്ലെങ്കിൽ ആ ഉൾക്കാഴ്ചയുടെ പുതിയ ഒരു അവബോധത്തിലേക്ക് വളരാൻ നമ്മൾ പരിശ്രമിക്കുന്നു. എല്ലാവരും മിഷണറിമാരാണ്, എല്ലാവർക്കും സുവിശേഷം പ്രഘോഷിക്കാനുള്ള കടമയുണ്ട്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൻ്റെ തന്നെ 1816-ാമത്തെ ഖണ്ഡിക പറയുന്നത്, അൽമായർ സുവിശേഷം കേട്ടാൽ പോരാ, സുവിശേഷം അനുസരിച്ച് ജീവിച്ചാൽ പോരാ, സുവിശേഷം പ്രഘോഷിക്കണം. ഒരു പടി കൂടെ കടന്ന് ആ ഖണ്ഡിക പറയുന്നത് നിത്യരക്ഷ പ്രാപിക്കാൻ സുവിശേഷം പ്രഘോഷിക്കണമെന്നാണ്. അപ്പോൾ സീറോ മലബാർ സഭയിലെ അൽമായർക്ക് ഇങ്ങനെ ഒരു തുറവ് കൊടുക്കുവാനും ഈ അൽമായരിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുവാനും സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഈ അൽമായ പ്രേക്ഷിത മുന്നേറ്റത്തിന് നമ്മൾ രൂപം കൊടുത്തിരിക്കുന്നത്. നമ്മൾ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പിതാവെ, ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ഓരോ ദിവസവും ക്രൈസ്തവർക്കെതിരായിട്ടുള്ള സംഘടിതമായ ആക്രമണങ്ങളുടെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വർഗീയമായിട്ടുള്ള ചേരിതിരിവുകൾ വളരെ വളർന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. സീറോ മലബാർ സഭയിലെ ഏറ്റവും വലിയ രൂപത ശംഷാബാദ് രൂപതയാണ്. 17 സംസ്ഥാനങ്ങളെയും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ഉൾക്കൊള്ളുന്ന വിശാലമായൊരു പ്രവർത്തന മേഖലയുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഈ വർഗീയ മനോഭാവങ്ങൾക്ക്, പ്രേക്ഷിത പ്രവർത്തനത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു പുതിയ ശ്രമത്തിന് അത് എത്ര മാത്രം ഭീഷണിയാകും? അതിനെങ്ങനെയാണ് പിതാവ് നോക്കിക്കാണുന്നത്? ഇന്നത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഒരു ദിവസം 2 ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക് ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അനേകം സ്ഥലങ്ങളിൽ സംഘടിതമായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. എങ്കിലും സുവിശേഷ പ്രവർത്തനത്തിന് ഇനിയും ഭാരതത്തിൽ സാധ്യത ഉണ്ട്. ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നപ്പോഴും പീഡനങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും സഭാ സുവിശേഷ പ്രസംഗം നിർത്തിയിട്ടില്ല. ഇന്നും നമ്മൾ നിർത്തരുത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ പത്രോസും യോഹന്നാനും അവരെ ഭീഷണിപ്പെടുത്തിയവരോട് പറഞ്ഞ മറുപടിയിൽ നിന്ന് നമ്മൾ പ്രചോദനം ഉൾക്കൊണ്ടേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഒരു പീഡനത്തിനും നമ്മെ നിശബ്ദരാക്കാൻ സാധിക്കില്ല എന്ന ഉറച്ച ബോധ്യം അൽമായരിലും മിഷണറിമാരിലും ഉണ്ടായാൽ സുവിശേഷ പ്രഘോഷണം നടക്കും. ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൊതുവെ ഭാരതത്തിൽ മറ്റ് മതങ്ങളോടുള്ള സ്നേഹവും മറ്റു മതങ്ങളെ സ്വീകരിക്കാനുള്ള മനസ്സും ഉണ്ട്. രാഷ്ട്രീയക്കാർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സാധാരണ മനുഷ്യരെ തെറ്റായ ചിന്തകളിലേക്ക് നയിക്കുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അതിനേക്കാൾ ഉപരിയായി ഭാരതത്തിന് സുവിശേഷം ആവശ്യമുണ്ട്. പലതരത്തിലുള്ള ബന്ധനങ്ങളിലും പലതരത്തിലുള്ള ചൂഷണത്തിലും പെട്ട് വിഷമിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. സത്യമറിയാതെ വെളിച്ചത്തിലേക്ക് വരാതെ ജീവിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. ഇവർക്ക് പ്രത്യാശ നൽകുന്നതാണ് സുവിശേഷം. സുവിശേഷം രക്ഷയുടെ സന്ദേശമാണ്. സുവിശേഷം കർത്താവിൻ്റെ സന്ദേശമാണ്. ഒരു മനുഷ്യൻ തീരുമാനിച്ചാലോ, ഒരു പാർട്ടി തീരുമാനിച്ചാലോ, ഒരു സർക്കാർ തീരുമാനിച്ചാലോ ഇതിനെ തടഞ്ഞു നിർത്താൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഈ അൽമായ പ്രേക്ഷിത മുന്നേറ്റത്തിന് ഭാരതത്തിൽ അനേകം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇന്ന് ഇന്ത്യയിൽ സുവിശേഷ പ്രവർത്തനങ്ങൾക്കെതിരായി പല
ആക്രമണങ്ങളും നടക്കുന്നുണ്ട് എന്നത് ശരിയാണ്. സുവിശേഷ പ്രവർത്തകരെ തടഞ്ഞു വയ്ക്കുവാനും സുവിശേഷ പ്രവർത്തകരെ നിശബ്ദരാക്കുവാനും തടവിലാക്കാനും പരിശ്രമിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ വിശുദ്ധ പൗലോസ്ലീഹയുടെ ഒരു വചനം നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ്. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിനെതിരെ 2 ലേഖനം 2 അധ്യായം 9 വചനത്തിൽ പറയുന്നു, സുവിശേഷത്തിന് വേണ്ടി ഞാൻ വിലങ്ങ് വയ്ക്കപ്പെട്ടിരിക്കുകയാണ്, എന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല. ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കാൻ ആർക്കും സാധിക്കില്ല. നമ്മെ വിലങ്ങ് വയ്ക്കാം, നമ്മെ തടസ്സപ്പെടുത്താം, പക്ഷെ ദൈവവചനത്തിൻ്റെ ആ ഒഴുക്കിനെ, ദൈവവചനത്തിൻ്റെ ആ ശക്തിയെ തടഞ്ഞു നിർത്താനോ വിലങ്ങ് വയ്ക്കാനോ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് ഈ പ്രേക്ഷിത മുന്നേറ്റത്തിന് ഇനിയും അനേകം സാധ്യതകളുണ്ട് എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. സുവിശേഷത്തിന് വിലങ്ങ് വയ്ക്കാൻ ലോകത്തിന് ഒരു ശക്തിക്കും ആവില്ല എന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ പ്രതിസന്ധികളുടെ നടുവിൽ ഭാരതത്തിന് സുവിശേഷം, വിമോചനത്തിന്റെ സദ്വാർത്ത ആവശ്യമുണ്ടെന്നുള്ള തിരിച്ചറിവിൽ ജീവജ്യോതി അൽമായ പ്രേക്ഷിത മുന്നേറ്റമെന്ന ഈ പുതിയ ഒരു പ്രേക്ഷിത സംഘടനയുടെ തുടക്കം സീറോ മലബാർ സഭയിൽ ആരംഭിക്കുന്നത്. അതിൻ്റെ മുഖ്യ രക്ഷാധികാരിയും ചുമതലക്കാരനുമായ നലന്തകഞ്ഞ മിഷണറി ആയിട്ടുള്ള പ്രിൻസ് പിതാവാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. പിതാവിനും കൂടെ സഹകാരികളായിട്ടുള്ള എല്ലാ പ്രേക്ഷിതർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയും ആശംസകളും അറിയിക്കുകയാണ്. സുവിശേഷം പ്രസംഗിക്കുന്ന നിങ്ങളുടെ പാദങ്ങൾ എത്രയോ സുന്ദരമാണ് എന്ന തിരുവചനത്തെ ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് പ്രാർത്ഥനാശംസകളോടെ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.